നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഒരു പുതുതായുള്ള ഒരു സ്റ്റിക്കർ എന്ന് പറയുന്ന സംഭവം ഇറങ്ങിക്കഴിഞ്ഞു. വാട്സപ്പിൽ നമ്മൾ സ്റ്റിക്കർ സെൻഡ് ചെയ്യുന്നത്. എന്നാൽ കൂടുതൽ ആളുകളും, അതായത് മറ്റു മെമ്പേഴ്സ് സ്റ്റിക്കർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് തട്ടുമ്പോൾ അപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതെങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് എന്നും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ വെച്ചും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പ്ലേയേഴ്സിൻ്റെയോ എന്ത് ഫോട്ടോ വെച്ചും എങ്ങനെ നമുക്ക് ഓവൺ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പായി ഞാൻ യൂട്യൂബ് ചാനലിലൂടെ കൂടുതലായി അപ്ലോഡ് ചെയ്യുന്നത് ടെക്നോളജി പരമായ കണ്ടൻറ്റാണ്. അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പുതുപുത്തൻ ടെക്നോളജി റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ വാട്സപ്പിൻ്റെ ഓവൺ സ്റ്റിക്കർ നമ്മുടെ പേഴ്സണൽ ഫോട്ടോ വെച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് വാട്സപ്പിലൂടെ നമുക്ക് സ്റ്റിക്കർ സെൻഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിലൂടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. അതായത് ആദ്യമായി തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റിക്കർ സെൻഡ് ചെയ്യാനുള്ള ഈ ഓപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ബീറ്റ ടെസ്റ്റർ, അതായത് വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കണം. വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഇമോജിയിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മൂന്നാമതായി പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അതിലുപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിക്കർ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെ നമ്മുടെ ഫോട്ടോ വെച്ചും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പ്ലേയേഴ്സിൻ്റെ ഫോട്ടോ വെച്ചും എങ്ങനെ നമുക്ക് ഓവൺ സ്റ്റിക്കേഴ്സ് മേക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ രണ്ട് ആപ്ലിക്കേഷൻസാണ് ഉപയോഗിക്കുന്നത്. അതായത് ആപ്ലിക്കേഷൻ വലിയ സൈസൊന്നുമില്ല, നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് കുറവാണെങ്കിലും. അതായത് ഏകദേശം ഒരു ആപ്ലിക്കേഷൻ ഏകദേശം 2 MB രണ്ടും ഏകദേശം ഒരു 5 MB ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെ സൈസ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഫോണിലുള്ള PNGs എല്ലാം ഫൈൻഡ് ചെയ്യുന്നതാണ് ഈ ആപ്ലിക്കേഷൻ. ഇനി നമ്മുടെ ഫോണിൽ നമ്മുടെ ഫോട്ടോ എങ്ങനെ നമുക്ക് ഇതിലൂടെ സെൻഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഇറൈസർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഇറൈസർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ നൽകുന്നതാണ്. അപ്പോൾ ഇറൈസർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ശേഷം നിങ്ങൾക്കത് ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്രോപ്പ് ചെയ്യുക. ശേഷം ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. ശേഷം ഇവിടെ നിങ്ങൾക്ക് മാനുവൽ അതുപോലെ തന്നെ ഓട്ടോ മോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഓട്ടോയിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വൈറ്റ് ഭാഗത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയി തന്നെ ഇത് ക്ലീൻ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട്. ശേഷം ഇത് കറക്റ്റായി ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതുപോലെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ കൂടുതലായൊന്നും ഫിനിഷിങ് ചെയ്യുന്നില്ല, അതായത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് ഇതുപോലെ ആക്കി ശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഫോട്ടോ സേവ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സേവ് ആവുന്നതായി കാണാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഇനി പ്ലേയേഴ്സിൻ്റെയോ മറ്റു ഫോട്ടോസും നിങ്ങൾക്ക്, അതായത് ഇതുപോലെ ഇറേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഡയറക്റ്റ് ഗൂഗിളിൽ, അതായത് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണാൻ ലയണൽ മെസ്സി ഈ PNG എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ PNG, അതായത് ഓട്ടോമാറ്റിക് ഇതെല്ലാം ഇറേസ് ചെയ്ത ഫോട്ടോസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അതായത് ആ ഫോട്ടോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റായി നിങ്ങൾക്ക് ഇതിലേക്ക്, അതായത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഫോട്ടോ എങ്ങനെ സെൻഡ് ചെയ്യാൻ നോക്കാം. അതിനായി ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇറേസേഴ്സ് സ്റ്റിക്കേഴ്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇറേസറിലുള്ള സ്റ്റിക്കേഴ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് 23 സ്റ്റിക്കേഴ്സ് ഉണ്ട് ടോട്ടൽ. അപ്പോൾ അതിൽ ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെൻഡിങ് ടു വാട്സപ്പ്. ഏകദേശം അതിലുള്ള, അതായത് PNG ഫയൽസ് എല്ലാം ഈ ആപ്ലിക്കേഷൻ ഫൈൻഡ് ചെയ്യുന്നതാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വാട്സപ്പിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത ആ സ്റ്റിക്കേഴ്സ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനായി ആദ്യമായി നമ്മുടെ ഇമോജീസ് ഓപ്പൺ ചെയ്യുക. ഇമോജീസ് ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെ മൂന്നാമതൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിക്കേഴ്സ് കാണാൻ സാധിക്കും. ഈ സ്റ്റിക്കേഴ്സിൽ നമുക്ക് ഓരോ ഫോൾഡർ ബേസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്ത ഇറേസേഴ്സിലെ ഫോട്ടോസാണ്. അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ ഫോട്ടോ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എൻ്റെ ഫോട്ടോ നിങ്ങൾക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ഫോട്ടോസും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തും നമുക്ക് ഇതിലോട്ട് ഇതുപോലെ ഇറേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സഹായത്തോടെ നമുക്ക് വളരെ ഈസി ആയി തന്നെ ഇറേസ് ചെയ്തുകൊണ്ട് PNG ആക്കി മാറ്റി നമുക്ക് വാട്സപ്പിൽ നമ്മുടെ ഫോട്ടോസ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ടെക്നോളജി റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങൾ ഒരു ബീറ്റ ടെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റിക്കേഴ്സും അല്ല, എല്ലാ സ്റ്റിക്കേഴ്സും നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ സൈനിങ് ഔട്ട്. ഞാൻ മർസൂഖ് അജ്സൽ.